ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 7ാം ക്ലാസ്സിലെ മക്കളുടെ ഈ വർഷത്തെ ഓണപരീക്ഷയ്ക്ക് വേണ്ട ഒരു ചെറിയ മോഡൽ ചോദ്യപേപ്പറാണ്. അടിസ്ഥാന പാഠാവലിയുടെ ചോദ്യപേപ്പറാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേയായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 7ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസൊക്കെ STD7 ഓൾ സബ്ജക്ട്സ് എന്നുള്ള പ്ലേലിസ്റ്റ് ലഭ്യമാണ്. ഇനി ചോദ്യപേപ്പറുകൾ കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ STD7 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കുക. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാമാണ്. പുറത്തു നിന്നുള്ളൊരു ലെസൺ തരും, അത് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളുണ്ടാവും, അതിന് ഉത്തരം എഴുതുക. തിരിച്ചു നടക്കുമ്പോൾ കിഴക്ക് മലനിരകൾ മഞ്ഞു മൂടി കിടക്കുന്നു, ഒരു ഹിമാലയൻ ദൃശ്യം പോലെ. നടന്ന് പാലത്തിലെത്തുമ്പോൾ സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു. അതിശയകരമായ കാഴ്ചയായിരുന്നു ആകാശത്ത്. മുൻപ് കണ്ട മേഘങ്ങൾ ഒരുപാട് താഴെയായിരുന്നു. വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാറുവർണ്ണമായിരിക്കുന്നു. സൂര്യന്റെ അവസാന രശ്മികൾ അവയ്ക്കിടയിൽ പതുങ്ങിയിരിക്കുന്നു. കായലോളങ്ങൾ പോലെ വയലിൽ കാറ്റടിച്ചപ്പോൾ അലകൾ. മാനത്ത് ചന്ദ്രൻ. വെള്ളത്തിൽ മുഖം നോക്കുന്ന ചന്ദ്രൻ ചിലപ്പോൾ സ്വസ്ഥമായും നിന്നു. വയലിലെ അലകൾക്കിടയിലൂടെ ദൂരെ പച്ച പിടിച്ച ഇടങ്ങൾ, വെളുത്ത പൂവുകൾ. സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നു. വയൽ വെള്ളത്തിന് തിളക്കം. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കൂ. ചോദ്യം എ, മഞ്ഞു മൂടി കിടക്കുന്ന മലനിരകൾ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഒരു പ്രഭാത ദൃശ്യം, ഒരു ഹിമാലയൻ ദൃശ്യം, ഒരു അതിശയ ദൃശ്യം, ഒരു സന്ധ്യാ ദൃശ്യം. ഓപ്ഷൻ ബി, ഒരു ഹിമാലയൻ ദൃശ്യമാണ് ശരിയായ ഉത്തരം. ചോദ്യം ബി, താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളിൽ തെറ്റായ ജോഡി ഏത്? സന്ധ്യ കനക്കുന്നു, സൂര്യൻ താഴുന്നു, വെളുപ്പ് നിറം കാർമേഘവർണ്ണം, വയലിൽ കാറ്റടിച്ചു, കായലോളങ്ങൾ പോലെ അലകൾ, വെളുത്ത പൂവുകൾ സൂര്യന്റെ അവസാന രശ്മികൾ. ഇതിലെ ഓപ്ഷൻ ഡി ആണ്. വെളുത്ത പൂവുകൾ സൂര്യന്റെ അവസാന രശ്മികൾ. അതാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രയോഗങ്ങളിൽ തെറ്റായ ജോഡി കേട്ടോ. പ്രയോഗങ്ങൾ ഏതൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നൊന്നുകൂടെ നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വെളുത്ത പൂവുകൾ എന്തിനെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. അതുപോലെ സൂര്യന്റെ അവസാന രശ്മികളോടല്ല അത് പ്രയോഗിച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി ഇതിലെ ചോദ്യം സി, വെളുപ്പ് നിറമാർന്നിടം ഇപ്പോൾ കാർവർണ്ണമായിരിക്കുന്നു. പ്രസ്താവനയോട് യോജിക്കുന്നത് എന്ത്? നേരം വൈകുന്നു, നേരം സന്ധ്യയോടടുക്കുന്നു, നേരം പുലരുന്നു, നേരം നിറം മാറുന്നു. നേരം സന്ധ്യയോടടുക്കുന്നു എന്നതാണ് കേട്ടോ. ചോദ്യം ഡി, വയൽ വെള്ളത്തിന് തിളക്കമുണ്ടായതെപ്പോൾ? സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോൾ, സൂര്യൻ താഴുമ്പോൾ, മേഘം കാർവർണ്ണമായപ്പോൾ, മലകൾ മഞ്ഞു മൂടി കിടക്കുമ്പോൾ. സന്ധ്യാകാശത്ത് ചന്ദ്രൻ തെളിഞ്ഞു വന്നപ്പോഴാണ് വയൽവെള്ളത്തിന് തിളക്കമുണ്ടായത്. പ്രവർത്തനം 2, വിവരണം. ചോദ്യം എ, ഉത്സവങ്ങൾ പരിചയമില്ലേ? നിങ്ങൾ കണ്ട ഉത്സവത്തെക്കുറിച്ച് വിവരണം തയ്യാറാക്കുക. എൻ്റെ നാട്ടിലെ ക്ഷേത്രോത്സവമാണ് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായത്. മധ്യവേനൽ അവധിക്കാലത്താണ് ഇത് നടക്കാറുള്ളത്. നാടും നഗരവും ഒന്നടങ്കം ഉത്സവലഹരിയിലാകും. വർണ്ണാഭമായ ലൈറ്റുകളാൽ വഴികളും വീടുകളും അലങ്കരിക്കുന്നു. ഉത്സവ ദിവസം വൈകുന്നേരം നടക്കുന്ന വലിയ എഴുന്നള്ളിപ്പാണ് പ്രധാന ആകർഷണം. നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാരും ചെണ്ടമേളവും പഞ്ചവാദ്യവും ഉത്സവത്തിന് മാറ്റുകൂട്ടുന്നു. കാതടപ്പിക്കുന്ന വെടിക്കെട്ടോടെയാണ് ഉത്സവം സമാപിക്കുന്നത്. ജാതിമതഭേദമന്യേ എല്ലാവരും ഒത്തുചേരുന്ന ഈ ഉത്സവം സൗഹൃദത്തിന്റെ വലിയൊരു വേദിയാണ്. ഇതിലെ ചോദ്യം ബി, ഞാറ്റിൽ പിഴച്ചാൽ ചോറ്റിൽ കുറയും എന്ന പഴഞ്ചൊല്ലിന്റെ ശരിയായ ആശയം എന്ത്? ഒന്ന്, കൃഷി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും തെറ്റ് വരുത്തിയാൽ അതിന്റെ ഫലം ഭക്ഷണത്തിൽ പ്രതിഫലിക്കും. 2, പരീക്ഷയ്ക്ക് നന്നായി പഠിക്കാതിരുന്നാൽ മാർക്ക് കുറയും. ഓപ്ഷൻ എ 1 മാത്രം ശരി, ഓപ്ഷൻ ബി 2 മാത്രം ശരി, സി 1ഉം 2ഉം ശരി, ഡി 1ഉം 2ഉം തെറ്റ്. ഇതിൽ 1ഉം 2ഉം ശരിയാണ്. അതായത് നമ്മൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ നമുക്ക് വേണ്ട സമയത്ത് അത് ഉപകാരപ്പെടില്ല, അല്ലെങ്കിൽ നമ്മൾ ഖേദിക്കേണ്ടി വരും എന്നുള്ള ഒരു അർത്ഥത്തിലാണ് കേട്ടോ ഈ പഴഞ്ചൊല്ല് വരുന്നത്. അപ്പോൾ 2ഉം ഇതിന് അനുയോജ്യമാണ്. ചോദ്യം സി, പദച്ചേരുവകൾ ശരിയല്ലാത്തത് ഏത്? ശ്രദ്ധിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചു ഇരുന്നില്ല, എണ്ണി തിട്ടപ്പെടുത്തി, എണ്ണി തിട്ടപ്പെടുത്തി, കൃത്യമായിരുന്നില്ല, കൃത്യം ആയിരുന്നില്ല, വെയിലിലുമിട്ട്, വെയിലിലും ഇട്ട്. ഇതിൽ ഓപ്ഷൻ എ, ശ്രദ്ധിച്ചിരുന്നില്ല, ശ്രദ്ധിച്ചു ഇരുന്നില്ല എന്നതാണ് കേട്ടോ ശരിയല്ലാത്തത്. കാരണം അതിന് നമ്മൾ പിരിച്ചെഴുതുന്നത് ശ്രദ്ധിച്ചിരുന്നു ഇല്ല എന്നാണ്. ചോദ്യം 3, പ്രവർത്തനം 3, അഭിമുഖ ചോദ്യാവലി. സ്കൂളിലെ വിത്തുമേളയോടനുബന്ധിച്ച് പച്ചക്കറിത്തോട്ടം ഉദ്ഘാടനം ചെയ്യാനായി കൃഷി ഓഫീസർ എത്തുന്നു. പുതിയ വിത്തിനങ്ങൾ, വളങ്ങൾ, പരിപാലന രീതികൾ എന്നിവയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചറിയാം. അദ്ദേഹത്തോടൊപ്പമുള്ള അഭിമുഖത്തിനായി ചോദ്യാവലി തയ്യാറാക്കുക. 5 ചോദ്യങ്ങളെങ്കിലും വേണം. ചോദ്യം 1, സർ, ഞങ്ങളുടെ സ്കൂളിലെ പച്ചക്കറിത്തോട്ടത്തിലേക്ക് അനുയോജ്യമായ പെട്ടെന്ന് വിളവെടുക്കാൻ കഴിയുന്ന പുതിയ വിത്തിനങ്ങൾ ഏതെല്ലാമാണ്? ചോദ്യം 2, ജൈവവളങ്ങളും രാസവളങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? ചോദ്യം 3, ഞങ്ങൾ സ്കൂളിൽ ഏത് തരം വളമാണ് ഉപയോഗിക്കേണ്ടത്?
ചോദ്യം 4. പച്ചക്കറി കൃഷിയിൽ സാധാരണയായി കണ്ടുവരുന്ന കീടങ്ങളെ പ്രകൃതിദത്തമായ രീതിയിൽ എങ്ങനെ പ്രതിരോധിക്കാം? ചോദ്യം 5. വേനൽക്കാലത്തും മഴക്കാലത്തും പച്ചക്കറിത്തോട്ടം സംരക്ഷിക്കേണ്ട രീതികളിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ചോദ്യം 6. കൃഷിയിൽ താൽപ്പര്യമുള്ള ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് കൃഷിവകുപ്പിൽ നിന്നും എന്തെല്ലാം സഹായങ്ങളും പദ്ധതികളുമാണ് ലഭ്യമാകുന്നത്? പ്രവർത്തനം 4. 2 ചോദ്യങ്ങളുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ചോദ്യം എ വിശകലനക്കുറിപ്പ് അല്ലെങ്കിൽ താരതമ്യക്കുറിപ്പാണ്. ആദ്യത്തേത് വിശകലനക്കുറിപ്പ്. തിങ്കളും താരങ്ങളും തൂവെള്ളിക്കതിർ ചിന്നും തുങ്കമാം പാനിൻ ചോട്ടിലാണെൻ്റെ വിദ്യാലയം. പഠിക്കുവാൻ ഏറെയുണ്ട് പ്രകൃതിയിൽ നിന്ന്. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ കൂടുതൽ പഠിപ്പിക്കുന്നത്. അറിഞ്ഞും അനുഭവിച്ചും അന്വേഷിച്ചും പഠിക്കണം. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക. പുസ്തകത്താടുകളിൽ ഒതുങ്ങുന്നതിനേക്കാൾ വിശാലമാണ് യഥാർത്ഥ വിജ്ഞാന ലോകം. ഒരു മനുഷ്യനെ പൂർണ്ണനാക്കുന്നത് പ്രകൃതിയിൽ നിന്നുള്ള പാഠങ്ങളാണ്. പ്രകൃതിയുടെ വിശാലതയെയും വിദ്യാലയത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മനോഹരമായ വരികളാണിത്. ചന്ദ്രനും നക്ഷത്രങ്ങളും വെള്ളി വെളിച്ചം തൂകുന്ന അത്യപൂർവ ഭംഗിയുള്ള ആകാശത്തിന്റെ തണലിലാണ് എൻ്റെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത് എന്ന് കവി പാടുന്നു. വിദ്യാലയം എന്നാൽ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് പ്രകൃതിയുടെ വിശാലമായ മടിത്തട്ടാണ് അതെന്ന് കവി ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതിയിൽ നിന്ന് പ്രകാശവും അറിവും ഉൾക്കൊണ്ടുകൊണ്ട് വളരുന്ന ഒരു വിദ്യാലയ അന്തരീക്ഷത്തെയാണ് ഈ വരികൾ വിഭാവനം ചെയ്യുന്നത്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധവും വിദ്യാഭ്യാസം പ്രകൃതിയോട് ഇണങ്ങി ചേർന്നതാകണമെന്ന ആശയവും ഈ വരികളിൽ തെളിഞ്ഞു നിൽക്കുന്നു. ചുമരുകൾക്കുള്ളിലെ പഠനത്തേക്കാൾ ചുറ്റുപാടുകളെ നിരീക്ഷിക്കുമ്പോഴാണ് യഥാർത്ഥ അറിവ് ലഭിക്കുന്നത്. പരീക്ഷണശാലകളിലെ അറിവല്ല, മറിച്ച് മണ്ണിലും വിണ്ണിലും നടക്കുന്ന ജീവന്റെ സ്പന്ദനങ്ങളാണ് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ഒരു ചെടി വളരുന്നതും ഉറുമ്പുകൾ ഭക്ഷണം ശേഖരിക്കുന്നതും നോക്കി നിൽക്കുന്നത് വലിയ പാഠങ്ങളാണ്. ഇത്തരം അന്വേഷണങ്ങൾ കുട്ടികളിൽ സർഗാത്മകതയും ശാസ്ത്രബോധവും വളർത്തുന്നു. പ്രകൃതിയെ തൊട്ടറിഞ്ഞും അനുഭവിച്ചുമുള്ള പഠനമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. പരിസ്ഥിതിയോട് ഇണങ്ങി ജീവിക്കാനും മറ്റുള്ളവരോട് സഹതാപം കാണിക്കാനും ഇത്തരം പ്രകൃതി പഠനം നമ്മെ സഹായിക്കുന്നു. ഇനി ഇതിലെ ബി ചോദ്യം നോക്കാം. താരതമ്യക്കുറിപ്പാണ്. ആര് നോക്കാനാ വിറ്റേക്ക് കുറേ വയലും പറമ്പും, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, കാശ് കൊടുത്താൽ എല്ലാം കിട്ടും. മകൻ പറയുന്നതാണ്. ആരെങ്കിലും എവിടെയെങ്കിലും നട്ട് നനച്ചതേ പണം കൊടുത്താലും വാങ്ങാനാവൂ. മോൻ അതോർക്കണം. അച്ഛൻ പറഞ്ഞത്. രണ്ടുപേരുടെയും അഭിപ്രായങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പെഴുതുക. പണമുണ്ടെങ്കിൽ എന്തും വാങ്ങാം എന്ന ചിന്താഗതിക്കാരനാണ് മകൻ. മണ്ണിലിറങ്ങി പണിയെടുക്കുന്നതിനെ അവൻ പരിഹസിക്കുന്നു. കാശ് കൊടുത്താൽ എല്ലാം കിട്ടും എന്ന മകന്റെ വാക്കുകൾ ഇന്നത്തെ കമ്പോള സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ്. പ്രകൃതിയുടെയും അധ്വാനത്തിന്റെയും വില അറിയുന്നവനാണ് അച്ഛൻ. ആരെങ്കിലും എവിടെയെങ്കിലും വിത്തുപാകി വിയർപ്പൊഴുക്കിയാൽ മാത്രമേ പണമുള്ളവന് പോലും ആഹാരം വാങ്ങാൻ സാധിക്കൂ എന്ന് അച്ഛൻ ഓർമ്മിപ്പിക്കുന്നു. മകൻ പണത്തിന് പ്രാധാന്യം നൽകുമ്പോൾ അച്ഛൻ അധ്വാനത്തിനും ഉൽപ്പാദനത്തിനുമാണ് മുൻഗണന നൽകുന്നത്. പണം കൊണ്ട് മാത്രം വയറ് നിറയില്ലെന്ന അച്ഛൻ്റെ തിരിച്ചറിവ് തികച്ചും യാഥാർത്ഥ്യബോധമുള്ളതാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 5 ആസ്വാദനക്കുറിപ്പ്. 2 ഉണ്ട്. ആദ്യത്തേത് 5A ഞങ്ങളുടെ മുത്തശ്ശി എന്ന കവിതയാണ്. ദൂരക്കായലിൽ മുങ്ങിത്തപ്പി ചേറിൻ പാളികൾ കുത്തിപ്പൊക്കി വയലിനു ചുറ്റും കോട്ട വളയ്ക്കും കരിമലയന്മാർ പോകുമ്പോൾ ആകെ വിളർത്തു തളർന്നും പട്ടിണി പാകി വളർത്താൻ പണി ചെയ്തും തോളത്തേതോ തൂമ്പയുമായി തൊഴിലാളികൾ ഈ വഴി പോകുമ്പോൾ പറയാറുണ്ടാ ത്യാഗത്തിൻ കഥ പതിവായി പതിവായി മുത്തശ്ശി. വയലാർ രാമവർമ്മയുടെ വരികളാണ് കേട്ടോ. ഇതിനെ നമുക്ക് ആസ്വാദനം ചെയ്ത് എഴുതണം. മലയാളത്തിന്റെ പ്രിയ കവി വയലാർ രാമവർമ്മയുടെ മനോഹരമായ വരികളാണ് ഞങ്ങളുടെ മുത്തശ്ശി. അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പ്രതീകമായാണ് ഇവിടെ കവി മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത്. കരിമലയന്മാർ പോകുന്ന വഴികളിലൂടെ തോളിൽ തൂമ്പയുമായി പോകുന്ന തൊഴിലാളികളെ നോക്കി നിൽക്കുന്ന മുത്തശ്ശിയാണ് കവിതയിലുള്ളത്. ദാരിദ്ര്യവും പട്ടിണിയും അനുഭവിക്കുമ്പോഴും മറ്റുള്ളവർക്കായി വിത്തുപാകി വളർത്താൻ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ത്യാഗത്തെ മുത്തശ്ശി തിരിച്ചറിയുന്നു. ത്യാഗത്തിന്റെ കഥ എന്നാണ് കവി അധ്വാനത്തെ വിശേഷിപ്പിക്കുന്നത്. തൊഴിലാളികളോട് മുത്തശ്ശിക്കുള്ള ബഹുമാനവും സ്നേഹവും കവിതയിൽ വ്യക്തമാണ്. ലളിതമായ പദാവലിയും ദൃശ്യാവിഷ്കാര ഭംഗിയും കവിതയെ ഹൃദ്യമാക്കുന്നു. ഈ പ്രവർത്തനം 5ലെ ബി ചോദ്യം. ഇത്തിരി മണ്ണിൽ താനെ കിളച്ചു വിയർത്തൊരു വിത്തു പാകുമ്പോൾ പേർത്തുമത്തടം നനയ്ക്കുമ്പോൾ പച്ചയാം രക്തം മുറ്റിപ്പടരും ദലച്ചാർത്തിൻ പറ്റിയ പുഴുക്കളെ പിടിച്ചു കളയുമ്പോൾ കടിഞ്ഞിൽ പൂവും കായും കാണുമ്പോഴി നമുക്കീ കരളിൽ തുടിക്കുന്നില്ലെന്തൊരഭിമാനം. പണ്ടു തൊട്ടിന്നോളവും ഈ മലനാട്ടിൽ കുന്നിൻ പള്ളയും കാടും വെട്ടി നിരത്തി തണ്ണീർ തേവി വയലും തോപ്പും കായ്പൂന്തോട്ടവും വിരിയിച്ച വലിയോർകളാം വീരപൂർവികരുടെ രക്തം ഉണരുന്നല്ലോ വീണ്ടും നമ്മളിൽ അന്നേരം നാം അണയുന്നല്ലോ തിരിയെ നമ്മൾ തൻ തറവാട്ടിൽ. വൈലോപ്പിള്ളിയുടെ കയ്പവല്ലരിയിൽ നിന്നുള്ള വരികളാണ്. മേൽ നൽകിയ ഏതെങ്കിലും ഒരു കവിതാഭാഗത്തിന് ആസ്വാദനം തയ്യാറാക്കുക. ആദ്യത്തേതിന് നമ്മൾ ചെയ്തു. ഇനി ഇതിന് നമുക്ക് നോക്കാം.
മലയാളത്തിന്റെ പ്രിയ കവി വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ കയ്പവല്ലി എന്ന കവിതയിലെ ഏറെ അർത്ഥതലങ്ങളുള്ള വരികളാണ് നൽകിയിരിക്കുന്നത്. മനുഷ്യനും മണ്ണും തമ്മിലുള്ള ആത്മബന്ധവും കാർഷിക സംസ്കാരത്തിന്റെ പച്ചപ്പും വിയർപ്പും ഈ വരികളിൽ തെളിഞ്ഞു കാണാം. ഇത്തിരി മണ്ണിൽ കിളച്ചുമറിച്ച് വിത്തുപാകുമ്പോൾ, അതിന് നനവേകുമ്പോൾ മനസ്സിന് ലഭിക്കുന്ന സന്തോഷം കവി വർണ്ണിക്കുന്നു. കളകൾ പറിച്ചു കളയുമ്പോഴും കൃഷിയിടത്തിൽ പണിയെടുക്കുമ്പോഴും ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ കാർഷിക സമൃദ്ധിയുടെയും കൊയ്ത്തിന്റെയും കാഴ്ചകളിൽ ഇല്ലാതാവുന്നു. പച്ചയായ പ്രകൃതിയും അധ്വാനത്തിന്റെ ചുവപ്പും ചേരുമ്പോൾ അവിടെ ഒരു പുതിയ ജീവൻ തുടിക്കുകയാണ്. തന്റെ അധ്വാനത്തിന്റെ ഫലമായി വിളഞ്ഞു നിൽക്കുന്ന വിളവുകൾ കാണുമ്പോൾ കർഷകന്റെ മനസ്സിലുണ്ടാകുന്ന ആനന്ദത്തിന് അതിരുകളില്ല. എന്നാൽ ഈ കവിതയുടെ രണ്ടാം ഭാഗത്തേക്ക് കടക്കുമ്പോൾ കവി ചരിത്രപരമായൊരു യാഥാർത്ഥ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. പണ്ട് കാടും പടർപ്പും വെട്ടിത്തെളിച്ച് കഠിനാധ്വാനം ചെയ്ത് വയലുകളും കൃഷിയിടങ്ങളും തോപ്പുകളുമാക്കി മാറ്റിയത് പാവപ്പെട്ട തൊഴിലാളികളാണ്. അവരുടെ വിയർപ്പും രക്തവുമാണ് ഈ മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കിയത്. എന്നാൽ അത്രയും കഷ്ടപ്പെട്ടിട്ടും അതിന്റെ യഥാർത്ഥ ഫലം അനുഭവിച്ചത് അവരായിരുന്നില്ല, മറിച്ച് വലിയ പ്രമാണിമാരും ജന്മികളുമായിരുന്നു. ഉണ്ണുമല്ലോ വീണ്ടും നമ്മളെന്നോ നാം ഉണ്ണുമല്ലോ നീയേ തമ്മൾ തൻ മാതാവിൻ എന്ന വരികളിലൂടെ പ്രകൃതിയെയും മണ്ണിനെയും അമ്മയായി കണ്ടുകൊണ്ട് മനുഷ്യർ തമ്മിലുള്ള സമത്വത്തിന്റെ ആവശ്യകതയെയും കവി ഓർമ്മിപ്പിക്കുന്നു. ലളിതവും എന്നാൽ ഹൃദയസ്പർശിയുമായ പദാവലികളാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാർഷിക പാരമ്പര്യത്തെയും അതിനു പിന്നിലെ അധ്വാനത്തിന്റെ രാഷ്ട്രീയത്തെയും മനോഹരമായി കൂട്ടിയിണക്കാൻ വൈലോപ്പിള്ളിക്ക് ഈ വരികളിലൂടെ സാധിച്ചിട്ടുണ്ട്. ആറാമത്തെ പ്രവർത്തനം കുറിപ്പ്. കൃഷിയും കാർഷിക പാരമ്പര്യവും മനുഷ്യ സംസ്കാരത്തിന്റെ നാഴികക്കല്ലുകളാണ്. പാഠഭാഗങ്ങളിൽ നിന്ന് നേടിയ ആശയങ്ങളെ ഉൾക്കൊണ്ട് മലയാളിയുടെ കാർഷിക സംസ്കാരത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. മനുഷ്യ സംസ്കാരത്തിന്റെ ഉത്ഭവവും വികാസവും കൃഷിയുമായി സമാസമം ബന്ധപ്പെട്ടിരിക്കുന്നു. വേട്ടയാടി നടന്നിരുന്ന മനുഷ്യനെ ഒരിടത്ത് സ്ഥിരതാമസമാക്കാനും ഒരു സമൂഹമായി വളർത്താനും പഠിപ്പിച്ചത് കൃഷിയാണ്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം കൃഷി എന്നത് കേവലം ഒരു തൊഴിൽ മാത്രമല്ല, അത് അതിജീവന രീതിയും സംസ്കാരവുമാണ്. കേരളത്തിന്റെ തനത് ആഘോഷങ്ങളായ ഓണവും വിഷുവും എല്ലാം കാർഷിക സംസ്കാരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വിളവെടുപ്പ് ഉത്സവമായ ഓണം സമൃദ്ധിയുടെയും ഒത്തൊരുമയുടെയും പ്രതീകമാണ്. കർഷകൻ മണ്ണിൽ ഒഴുക്കുന്ന വിയർപ്പാണ് മലയാളിയുടെ ഓരോ ആഘോഷങ്ങൾക്കും നിറമേകുന്നത്. പണ്ടുകാലങ്ങളിൽ പറമ്പുകളിൽ വിത്ത് പാകുന്നതു മുതൽ കൊയ്തെടുക്കുന്നത് വരെയുള്ള ഓരോ ഘട്ടങ്ങളും പാട്ടും കൂത്തുമായി ഒരു ഉത്സവമായാണ് മലയാളി കൊണ്ടാടിയിരുന്നത്. ആറ്റുപാട്ടുകളും കൊയ്ത്തുപാട്ടുകളും നമ്മുടെ നാടോടി സംസ്കാരത്തിന്റെ വലിയൊരു ഭാഗമാണ്. എന്നാൽ ആധുനിക കാലഘട്ടത്തിൽ മലയാളിക്ക് മണ്ണുമായുള്ള ബന്ധം കുറഞ്ഞു വരികയാണ്. കൃഷിയിടങ്ങൾ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് വഴിമാറിക്കൊണ്ടിരിക്കുന്നു. ഉപഭോഗ സംസ്കാരത്തിലേക്ക് മാറിയ നമ്മൾ ഭക്ഷണത്തിനായി അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ്. ജൈവ കൃഷിയുടെ പ്രാധാന്യവും വിഷരഹിത ഭക്ഷണത്തിന്റെ ആവശ്യകതയും നമ്മൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ പാഠഭാഗങ്ങൾ ഓർമ്മിക്കുന്നത് പോലെ പ്രകൃതിയെ അറിഞ്ഞ് മണ്ണിലേക്ക് ഇറങ്ങാൻ പുതിയ തലമുറ തയ്യാറാകണം. കാർഷിക പാരമ്പര്യത്തെ വീണ്ടെടുക്കുന്നതിലൂടെ മാത്രമേ മലയാളിക്ക് സ്വന്തം സംസ്കാരത്തിന്റെ വേരുകളിലേക്ക് തിരികെ നടക്കാൻ സാധിക്കൂ. മണ്ണറിഞ്ഞ് ജീവിക്കുക എന്നതാകണം നമ്മുടെ മുന്നോട്ടുള്ള ലക്ഷ്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നമുക്ക് ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കാനായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ശരിക്കും മനസ്സിലാക്കുക. 6ാം ക്ലാസ്സിലെ കൂടുതൽ ചോദ്യ പേപ്പറുകൾക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് ബോക്സിലൂടെ അറിയിക്കണേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്